നമുക്ക് ഇതിനകത്തൊരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ ട്രേഡും കൂടെ വരുന്നുണ്ട്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽ ഹിറ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതേ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ഒരു കൗണ്ടർ ട്രേഡ് പ്ലേസ് ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ട്രേഡ് വന്നിട്ട് ഈ ഒരു ലോസിനെ നമുക്ക് അവിടെ കവർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇന്ന് വന്ന സിഗ്നലാണ്. ഇവിടെ ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. ശേഷം ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ കിട്ടി. അതേപോലെ നമുക്കിവിടെ ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവൽ കിട്ടി. അപ്പോൾ ഇതൊരു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളിതിനൊന്ന് ഓട്ടോമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു സ്ട്രാറ്റജിയാണ്. പുതിയ സ്ട്രാറ്റജി അല്ല, നമ്മൾ എല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി തന്നെയാണ്. ഇതൊരു ലിക്വിഡിറ്റി ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. നമ്മൾ സാധാരണ ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ കൺവേർട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. പക്ഷേ വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോർമലി നമ്മൾ നോക്കുന്നത് ഏഷ്യൻ സെഷൻ്റെ ഹൈ അല്ലെങ്കിൽ ലോയിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു റിവേഴ്സൽ ട്രേഡ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ടൊന്ന് മാർക്കറ്റ് സെഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷൻ ടൈം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് സെഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൈം സോൺ കൊൽക്കത്ത ഇന്ത്യൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിഡ്നിയും ടോക്കിയോയും കൂടെ ചേരുന്നതാണ് ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിവിടെ മാർക്കർ കൊണ്ട് വയ്ക്കുന്ന ടൈമിൽ 2:30 2:30 AM ഇന്ത്യൻ ടൈമിനാണ് സിഡ്നി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും 12:30 ഇവിടെ സിഡ്നി മാർക്കറ്റ് ക്ലോസ് ആവുന്നുണ്ട്. അതേപോലെ ടോക്കിയോ ഓപ്പൺ ആവുന്നത് 5:30 രാവിലെ 5:30 ഓപ്പൺ ആവുന്നത് ഇന്ത്യൻ ടൈം. അതേപോലെ ഇവിടെ 2:30 ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ഉച്ചയ്ക്ക് 2:30 ഇവിടെ ക്ലോസ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻഡിക്കേറ്ററിൽ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ 2:30 എന്നുള്ള ടൈമാണ് മാർക്ക് ചെയ്യുന്നത്. 2:30 എന്നുള്ള ടൈം മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു 2:30 ഇവിടെ കാണാൻ പറ്റും. 2:30 AM നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ദിവസത്തിൻ്റെ ഫസ്റ്റിൽ 2:30 മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലണ്ടൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ 12:30 ലണ്ടൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ ടോക്കിയോ സെഷൻ ഏകദേശം 2:30 വരെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതുകൊണ്ട് ലണ്ടൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ടൈം ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. 12:30 ലണ്ടൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. 12:30. ഓക്കെ, നമ്മളിവിടെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഇതാണ് ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത്. ഏഷ്യൻ സെഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്കർ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ടൂൾ വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഇതാണ് ഹൈ. ഏഷ്യൻ സെഷൻ്റെ ഹൈയും ലോയും നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് ലോയാണ്, ഇത് ഹൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് സാധാരണ നോർമലി നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഏഷ്യൻ സെഷൻ ഹൈയിൽ വന്നിട്ട് നമ്മൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവും നോക്കും. സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ട് ആ FEGയിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കേസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ട്രേഡ് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തു. ഓക്കെ, നമുക്കിതിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുന്നത് ഈ ഒരു ക്യാൻഡിലൊക്കെ ആയിരിക്കും ട്രേഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇൻഡിക്കേറ്ററിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്ററിനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഇൻഡിക്കേറ്റർ എങ്ങനെയാണിത് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് യൂറോ GBP എന്ന് പറയുന്ന പെയറാണ്. അതേപോലെ 5 മിനിറ്റ് ചാർട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒന്ന് അപ്ലൈ ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ മാർക്ക് ചെയ്ത അതേ ടൈമിൽ തന്നെയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മാർക്കർ ഇൻഡിക്കേറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഏഷ്യൻ സെഷൻ്റെ ടൈമും ലോ മുതൽ ഹൈ വരെ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത ടൈമിൽ നമുക്ക് ഒരു സിഗ്നൽ ഇവിടെ കിട്ടുന്നുണ്ട്. ശേഷം അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലും ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവലും നമുക്കത് തരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ട്രേഡ് നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു റിസ്ക് റിവാർഡ് തരുന്നുള്ളതായിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു ട്രേഡ് നമുക്ക് തരുന്നത് 1:1.5 ആണ്. ഓക്കെ, ഇതിൻ്റെ ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ലെവൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ATR ബേസ്ഡ് സ്റ്റോപ്പ് ലോസ് ആണ്. അതേപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് വരുന്നത് പ്രീവിയസ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആയിട്ട് വരും. അപ്പോൾ മാർക്കറ്റിന് നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി അത് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്കിവിടെ 1:1.5 ആയിരിക്കും ഏകദേശം വരുന്നത് നമുക്ക് റിവാർഡ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനിയും വേണമെങ്കിൽ മാനുവലി നമുക്ക് ഇനിയും മാർക്കറ്റ് റൈഡ് ചെയ്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി വരുന്നത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിവാർഡ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് 2 വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുക്കുന്ന മെത്തേഡുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ സിഗ്നൽ കാണിച്ചിട്ട് അലേർട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് മാനുവലി ട്രേഡ് എടുക്കുന്ന മെത്തേഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 രീതിയിലാണ് ഇൻഡിക്കേറ്ററിനെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ നിലവിൽ സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡിംഗ് മെത്തേഡ് എല്ലാ മാർക്കറ്റിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോറക്സ് മാർക്കറ്റിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിത് ഇപ്പോൾ ഇത് പേഴ്സണലി ബിറ്റ്കോയിൻ BTC USD അതേപോലെ XI USD ഗോൾഡിലും അതേപോലെ യൂറോ USDയിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളിതിനൊന്ന് ഓട്ടോമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 22 ആണ് ഏപ്രിൽ. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഇന്ന് വന്ന സിഗ്നലാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു സ്വീപ്പ് നടന്നിട്ടുണ്ട്. ശേഷം ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ കിട്ടി. അതേപോലെ നമുക്കിവിടെ ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവൽ കിട്ടി. പക്ഷേ മാർക്കറ്റ് ജസ്റ്റ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ 1:2.91 ആണ് ഏകദേശം റിവാർഡ് വരുന്നത്. പക്ഷേ മാർക്കറ്റ് ഇതൊരു ടേക്ക് പ്രോഫിറ്റ് എത്തിയിട്ടില്ല. മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റിലാണ്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ ഒരു ഏകദേശം 1:1 ഒക്കെ എത്തുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാനുവലി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ചെയ്യുന്നതിലോട്ട് മാറ്റിയിട്ട് അത് നമുക്ക് സേഫ് ആയിരിക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയാലും മാനുവൽ ആയാലും ഈ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മാനുവലി തന്നെ അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊരു കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇതിനകത്തൊരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ ട്രേഡും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ ഏഷ്യൻ സെഷൻ. ശേഷം ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കാണിച്ചു. പക്ഷേ മാർക്കറ്റ് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ലെവൽ വന്നിട്ടില്ല. പകരമായിട്ട് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽ ഹിറ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതേ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ഒരു കൗണ്ടർ ട്രേഡ് പ്ലേസ് ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ട്രേഡ് വന്നിട്ട് ഈ ഒരു ലോസിനെ നമുക്ക് അവിടെ കവർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താണ് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ലെവലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവൽ. ശേഷം നമുക്കിവിടെ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ ടാർഗറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി തന്നെ TPSL ലെവലെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ലോസ് ഇവിടെ കവർ ആവുന്നുണ്ട്. 1:1 ആണ് ഇവിടെ റിവാർഡ് വരുന്നത്. ഈ ഒരു ലോസ് ഇവിടെ നമുക്ക് കവർ ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കൗണ്ടർ ട്രേഡ് മെത്തേഡും കൂടെ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഒരു ട്രേഡ് ലോസ് ആയാലും നമുക്ക് നെക്സ്റ്റ് ട്രേഡിൽ ആ ഒരു ലോസ് കവർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഈ 2 ട്രേഡും ലോസ് ആവുന്ന ചാൻസസും വരുന്നുണ്ട്. നമ്മളത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ട്രേഡിൽ ഈ 2 ലോസും കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് അപ്ഡേറ്റിലൊക്കെ അത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രേഡ് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. ടേക്ക് പ്രോഫിറ്റ് അടിച്ച ട്രേഡുകളിൽ നമുക്ക് കൗണ്ടർ ട്രേഡ് ഉണ്ടാവുന്നതല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1:1.65 ആണ് കാണിച്ചിരിക്കുന്നത് റിവാർഡ് വരുന്നത്.
ഓക്കെ, ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ട്രേഡാണ്. കാരണം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ട്രേഡ് സ്വീപ്പ് അതൊരു ഇൻവാലിഡ് ആയിരുന്നു, അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡ് നമുക്ക് മിസ്സായി. പക്ഷേ പകരം നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ ട്രേഡ് വന്നിട്ട് ആ ഒരു ലോസ് അവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ വെച്ചിട്ട് ഒരൊറ്റ സിഗ്നലായിരിക്കും ഒരു ദിവസം കിട്ടുന്നത്. ഇൻ കേസ് ഒരു ഫസ്റ്റ് സിഗ്നൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സിഗ്നൽ ഒരു കൗണ്ടർ ട്രേഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നെക്സ്റ്റ് ഒരു കൗണ്ടർ ട്രേഡ് പോലെ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഡെയിലി നമുക്കിപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് ടേക്ക് പ്രോഫിറ്റ് അടിച്ചിട്ട ട്രേഡാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൗണ്ടർ ട്രേഡ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കൗണ്ടർ ട്രേഡ് പോലെ ഒരു ട്രേഡ് വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വേറൊരു സിഗ്നലും വരുന്നില്ല. ഒരു ദിവസം നമുക്ക് ഒരൊറ്റ സിഗ്നലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പോൾ പെർ ഡേ ഒരു സിഗ്നലായിരിക്കും വരുന്നത്. ഇൻ കേസ് ചില ദിവസങ്ങളിൽ സ്വീപ്പ് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്. ഈ ഒരു ഏഷ്യൻ സെഷനകത്ത് നിന്ന് തന്നെ മാർക്കറ്റ് പോകുന്ന ദിവസങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം സിഗ്നൽ കിട്ടുന്നില്ല. എപ്പോഴാണോ ഒരു ഏഷ്യൻ സെഷൻ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നത് അപ്പോഴായിരിക്കും നമുക്കൊരു സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൗണ്ടർ ട്രേഡ് വരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ മാക്സിമം നമുക്ക് ലോസ് കുറച്ചിട്ട് തന്നെ പോകാൻ പറ്റും. ഇൻ കേസ് ഒരു ദിവസം നമുക്ക് ഈ ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാലും നമുക്ക് നെക്സ്റ്റ് ട്രേഡിൽ അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓൺ ആവറേജ് അങ്ങനെ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ട്രേഡും ലോസ് അടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു ട്രേഡിൽ നിന്ന് കിട്ടുന്നത് ആവറേജ് നല്ലൊരു റിസ്ക് റിവാർഡ് തന്നെയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ട്രേഡിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സിലോട്ടൊന്ന് പോയിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇവിടെ നമ്മൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടൈമിൻ്റെ ടൈം സോണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഒരു രാജ്യത്തു നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിവിടെ അവരുടെ ടൈം അനുസരിച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നിലവിൽ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടൈമാണ്. ഓക്കെ, അതേപോലെ നമുക്കിവിടെ ബാക്കി സെറ്റപ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ പ്രീവിയസ് ലിക്വിഡിറ്റി ഏത് ലെവലാണ് എടുക്കേണ്ടതെന്നുള്ള ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് ഓട്ടോമേഷൻ്റെ ഒരു സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് നമ്മുടെ റിസ്ക്കും കാര്യങ്ങളെല്ലാം കൊടുക്കാം. അതേപോലെ ട്രേഡ് ചെയ്യുന്ന പെയർ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് സെറ്റിങ്സിൽ വരുന്ന കാര്യങ്ങൾ. അതേപോലെ സ്റ്റൈൽ സെക്ഷനിൽ വന്നാലും നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ മാർക്കറ്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏഷ്യൻ സ്വീപ്പെല്ലാം ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്കൊരു സിഗ്നൽ തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്ററിനകത്ത് തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു മൂന്നോളം സ്ട്രാറ്റജീസാണ് സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്ററിനകത്ത് വരുന്നത്. അതിനകത്ത് ഈ ഒരു സ്ട്രാറ്റജികൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ട്രേഡർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ടൈമിൽ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ഇൻഡിക്കേറ്റർ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്റർ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഇതൊരു ട്രേഡിംഗ് ഇൻഡിക്കേറ്ററാണ്. ഇത് നിലവിൽ നമുക്ക് രണ്ട് വെർഷനാണ് ഉള്ളത്. ഒന്ന് ഓട്ടോ എക്സ്, അതേപോലെ മാനുവൽ പ്ലസ്. ഓട്ടോ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ട്രേഡ് പ്ലേസ് ചെയ്യും. അതേപോലെ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇതിനെ ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ലെവലെല്ലാം അത് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് അനാലിസിസും അത് തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ മാനുവൽ പ്ലസ്സിലോട്ട് വരുന്ന ടൈമിൽ മാർക്കറ്റ് അനാലിസിസ് എല്ലാം ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. പക്ഷേ നമ്മൾ ട്രേഡ് മാനുവലി എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ഈ ഒരു തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രേഡിംഗ് ഇൻഡിക്കേറ്ററാണ്. ട്രേഡിംഗ് ഇൻഡിക്കേറ്ററിൽ ഇതിപ്പോൾ ഫോറക്സിൽ മാത്രമാണ് നിലവിൽ ഓട്ടോമേഷൻ വരുന്നത്. മാർക്കറ്റുകളിൽ നമ്മൾ ക്രിപ്റ്റോയിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 1 month 2 monthനകത്ത് തന്നെ അത് റെഡി ആവുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.